പരിശുദ്ധ ഇസ്ലാമിൽ കടം കൊടുക്കരുത് എന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല. പിന്നെയോ കടം കൊടുക്കുമ്പോൾ നമ്മൾ അറിയണം അവൻ കടം വാങ്ങാൻ അർഹതപ്പെട്ട ആളാണോ എന്ന് നമ്മൾ അറിയണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കടം വാങ്ങാൻ അവൻ അർഹതപ്പെട്ട ആളാണോ, അതിന് പറ്റിയ ആളാണോ എന്ന് നമ്മൾ അറിഞ്ഞിട്ടേ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കടമേ കൊടുക്കാവൂ. എല്ലാവർക്കും ചോദിക്കുന്ന എല്ലാവർക്കും കടം കൊടുക്കുക, എന്നിട്ട് ബന്ധങ്ങൾ വഷളാവുക, വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതിരിക്കുക. നല്ല സുഹൃത്തുക്കളായിരുന്നു, ചങ്ങാതിമാരായിരുന്നു, നല്ല അയൽവാസികളായിരുന്നു, നല്ല കുടുംബക്കാരായിരുന്നു. പൈസ കടം കൊടുത്തതിന്റെ പേരിൽ പിന്നെ മിണ്ടാട്ടമില്ല, പിന്നെ അനക്കമില്ല, പിന്നെ അവന്റെ ഒരു പൊടി പോലും കാണാനില്ല. വിളിച്ചാലോ ചീത്ത വിളിക്കുന്നു, അസഭ്യം പറയുന്നു, കേസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് പലരുടെയും അവസ്ഥ. എന്നാൽ കടം കൊടുക്കുമ്പോഴുള്ള ദൈവികമായ കൽപ്പന നമ്മൾ ആരും പാലിക്കാറില്ല എന്നതാണ്. രണ്ട് സാക്ഷികളെ നിർത്തി അത് നമ്മൾ എഴുതി വെച്ച് നമ്മൾ കടം കൊടുക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു കരാറിലൂടെയാണ് നമ്മൾ കടം കൊടുക്കേണ്ടത്. അത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചോദിക്കുമ്പോൾ കൊടുക്കുക, നമ്മൾ കൊടുത്തു പോകും. അങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതി, അങ്ങനെയാണ്. പക്ഷേ കടം കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം വിട്ട് നമ്മൾ കടം കൊടുക്കാതിരിക്കുക. അത് നമ്മളെ ബന്ധത്തെ വഷളാക്കും. എന്നാൽ അർഹതപ്പെട്ട ആളുകൾക്ക് കടം കൊടുക്കുകയും ചെയ്യുക അത് ഏറെ പുണ്യമുള്ള കാര്യവുമാണ്.